നമസ്കാരം അമേരിക്ക. 2001 സെപ്റ്റംബർ 11 ചൊവ്വാഴ്ച. പ്രാദേശിക സമയം 8:46. അമേരിക്കൻ വാസ്തുശില്പിയായ മിനോർ യമാസാക്കി രൂപകൽപ്പന ചെയ്ത 110 നിലയുള്ള ഇരട്ട ടവർ ലോകമാകെയുണ്ടാക്കിയ ഒരു കുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രമായ ദിനം. ലോക സമാധാനത്തിന് മനുഷ്യന്റെ സമർപ്പണത്തിന്റെ ജീവിക്കുന്ന ചിഹ്നമാണ് വേൾഡ് ട്രേഡ് സെന്റർ എന്ന് അതിന്റെ ശില്പിയെ കൊണ്ട് തന്നെ പറയിച്ച പടുകൂറ്റൻ നിർമ്മിതി എന്ന പ്രത്യേകതയും ലോക വ്യാപാര കേന്ദ്രത്തിനുണ്ട്. ലോകം പിന്നീട് 9/11 മനോനിലയെന്ന് പേരിട്ട് വിളിച്ച സംശയവും പകയും ഉത്കണ്ഠയും ഭീതിയും കുടിയേറ്റ വിരുദ്ധതയും ഒക്കെ നിറഞ്ഞ ഒരു മനോഭാവത്തിന്റെ ജന്മദിനം കൂടിയായിരുന്നു അന്ന്. ശീതയുദ്ധാനന്തരം ലോകം രണ്ടായി അടയാളപ്പെടുത്തപ്പെട്ട ചരിത്രദിനം. അന്നത്തെ കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ അമേരിക്കൻ യുവത. ഒന്നും പഴയതുപോലെയാകാത്ത 2 പതിറ്റാണ്ടുകൾ അമേരിക്കയ്ക്ക് സമ്മാനിച്ചതും ഈ ദിവസം തന്നെ. ലോകമെമ്പാടും പുതിയ പടയൊരുക്കത്തിന് ശംഖുലിയായത് ആ സെപ്റ്റംബർ 11-നാണ്. പറക്കുന്ന ഒരു രാക്ഷസ ബോംബായി വിമാനത്തെ ഉപയോഗിക്കാനുള്ള ഭീകരരുടെ പുത്തൻ യുദ്ധതന്ത്രവും അന്ന് ലോകം കണ്ടു. പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണപ്പോഴുണ്ടായ വിഷലിപ്തമായ പൊടിയുണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങൾ അമേരിക്കയെ ഇന്നും അലട്ടുന്നുണ്ട്. ആഴ്ചകളോളം വായിലും തൊണ്ടയിലും കുടുങ്ങിയ പൊടി തുപ്പിക്കൊണ്ടിരുന്നവരേറെയുണ്ടായിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ഹെൽത്ത് പ്രോഗ്രാം എന്നൊരു പദ്ധതി തന്നെ പിന്നീട് അമേരിക്ക രൂപപ്പെടുത്തിയത് ചരിത്രം കാത്തുവച്ച മറ്റൊരു കൗതുകം. അങ്ങനെ ചരിത്രത്തിന്റെ ചെപ്പിൽ നിരവധി ഏടുകൾ എഴുതി ചേർത്ത ആ ദിവസത്തിന്റെ ഓർമ്മകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്നത്തെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക്. ലെറ്റ്സ് മൂവ് ഓൺ ടു മെമ്മറീസ് ടു ഹിസ്റ്ററി. ഇന്നത്തെ എന്റെ അതിഥികൾ ഇന്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യലിസ്റ്റ്, കൂടാതെ 9/11 ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വത്സല നായർ, മുതിർന്ന മാധ്യമപ്രവർത്തകനും IPCNA ഫൗണ്ടിംഗ് പ്രസിഡന്റുമായ ജോർജ് ജോസഫ്, പോലീസ് ഓഫീസറായ ടൈറ്റസ് അലക്സാണ്ടർ. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീമതി വത്സല നായരിലേക്ക്. സാധാരണ ഏതൊരു ദിവസത്തെയും പോലെയാണെന്ന് ഓഫീസിലേക്ക് പോകുന്നത്. പക്ഷേ ആ ചൊവ്വാഴ്ച ആ 8:46 എന്ന് പറയുന്നത് ശ്രീമതി വത്സല നായരുടെ ജീവിതത്തിൽ ഒരു ചരിത്ര ദിവസം തന്നെയായിരുന്നു, അല്ലേ? പുതിയൊരു ജന്മമെന്ന് തന്നെ പറയാം. ആ 8:46 ഒന്ന് ഓർത്തെടുക്കാമോ? അതെ, തീർച്ചയായും അത് എൻ്റെ ജീവിതത്തില് മറക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. എന്ന് വേൾഡ് ട്രേഡ് സെന്റർ നമ്പർ 1 ടവറില് ഫ്ലൈറ്റ് വന്ന് ഇടിച്ചത് നമുക്ക് അറിയില്ല. അത് അങ്ങനെ ഒരു സംഭവമാണെന്ന് അറിയില്ല. ഞങ്ങളെല്ലാം വിചാരിച്ചത്, അതായത് ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ കമ്പ്യൂട്ടറും സ്റ്റെയറും ഒക്കെ ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താ സംതിങ് ഗോയിങ് റോങ് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിൻഡോ കൂടെ നോക്കി. അപ്പോഴാണ് ഞങ്ങളുടെ വിൻഡോ കൂടെ നിറയെ ഡെബ്രീസ് താഴേക്ക് ഇങ്ങനെ വീഴുന്നത് കണ്ടത്. ഒരു മഴ വീഴുന്ന പോലെയാണ്. എന്തൊക്കെ സാധന വീഴുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കിയപ്പോൾ എന്താ സംതിങ് റോങ് എന്ന് എല്ലാവരും പറഞ്ഞു. എന്താ ശരി, നമ്മൾക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു. കുറച്ച് പേര് അങ്ങനെയുള്ള അഭിപ്രായം പറഞ്ഞു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റില്. അങ്ങനെ ഞങ്ങള് എന്തായാലും താഴെ വന്ന് നോക്കാലോ എന്താ സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത്. താഴെ ഞങ്ങൾ ഇറങ്ങി വന്നതാണ്. അത് സ്റ്റെയർ കേസ് കൂടെ. അപ്പോഴേക്കും മുകളിൽ എല്ലാവരും ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടോ. മുകളിലുള്ള നിലയിലുള്ള ആളുകളൊക്കെ സ്റ്റാമ്പീഡ് എന്ന് പറഞ്ഞ് ഞാൻ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര പേരുണ്ടായിരുന്നു? എന്റെ ഡിപ്പാർട്ട്മെന്റില് ഒരു 15 പീപ്പിൾ ഉണ്ടായിരുന്നു. 50. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ 200 പീപ്പിൾ ഞങ്ങളുടെ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റില് 15 പേരായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശബ്ദം കേൾക്കുന്നു, ഇതൊരു പ്ലെയിൻ ക്രാഷ് ആണെന്ന് മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നു, പെട്ടെന്ന് പൊടിപടലം ഉണ്ടാകുന്നു, പെട്ടെന്നുണ്ടായ തോന്നല്. കുറച്ചുപേര് പറയുന്നു താഴേക്ക് രക്ഷപ്പെടാമെന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത്? എന്റെ മനസ്സിലേക്ക് ഓടിപ്പോയത് എങ്ങനെയെങ്കിലും നമുക്ക് എന്താ ഇതെന്ന് അറിയണം എന്നുള്ള ആകാംക്ഷ ആദ്യം. ഞങ്ങൾ വിചാരിച്ചത് പ്ലെയിനിന്റെ വിങ് ഫസ്റ്റ് ടവറിൽ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. അല്ലാണ്ട് ഇത്ര ഉയരത്തിൽ അങ്ങനെ തീ വരില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും ചിലർ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ അപ്പൊ എനിക്കും അതന്നെയാ തോന്നിയത്. അതായിരിക്കും. ഞങ്ങള് എന്തായാലും ഓടി രക്ഷപ്പെടണ്ടേ. ഒന്ന് ടവർ ഇടിച്ചാൽ അത് വീണതും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിഷമാവുമല്ലോ. അങ്ങനെ നിങ്ങൾ താഴെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കുറെ പേര്, എല്ലാവരും ഇറങ്ങിയില്ല, കുറെ പേര് ഞങ്ങളുടെ സ്റ്റെയർ കേസ് കൂടെ ഓടി ഇറങ്ങി. ഞാൻ 14th ഫ്ലോറിലായിരുന്നു. താഴെ ഇറങ്ങി ഞാൻ നോക്കിയപ്പോഴാണ് എന്റെ
ഈ പ്ലാസയിലാണ് 6-7 ബിൽഡിങ്സ്, 1 World Trade Center, 2, 3, 4, 5 അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോ ഞാൻ ഇറങ്ങി താഴെ വന്ന് ഞാൻ പ്ലാസയിൽ വേറൊരു കോണി കൂടി കയറണം. അവിടെ കയറിയിട്ടാണ് പ്ലാസ കാണുള്ളൂ. താഴെ ഇറങ്ങിയ അവിടെ നോക്കിയപ്പോഴാണ് ഡെബ്രീസ് ധാരാളം കിടക്കണ കണ്ടത്, കത്തിക്കരിഞ്ഞ സാധനങ്ങൾ അത് കണ്ടു. പിന്നെ ഒന്ന് നോക്കിയപ്പോ 1 World Trade Center നിന്ന് കത്തിയാണ്. അതും കൂടി കണ്ടപ്പോ പേടിയായി പോയി. നമ്മളുടെ മേലേക്ക് വീഴുവോ എന്നുള്ള പേടിയില് വീണ്ടും താഴേക്ക് ഇറങ്ങി വീട്ടിലേക്ക് ട്രെയിൻ പിടിച്ച് വരാം എന്നുള്ള ഒരു ഉദ്ദേശത്തില്. പക്ഷെ ട്രെയിനൊക്കെ അവിടെയൊക്കെ പോലീസുകാർ നമ്മളെ സമ്മതിച്ചില്ല, അത് ക്ലോസ് ചെയ്തു. എന്നിട്ട് അവര് നിർദ്ദേശിച്ച ഒരു സ്ഥലത്ത് കൂടെ, ഒരേ ഒരു എക്സിറ്റ് കൂടെ ഞങ്ങളെല്ലാവരും പുറത്ത് കടന്നിട്ട് അപ്പൊ ഇതൊക്കെ ഒരു 15 മിനിറ്റ്സിന്റെ ഉള്ളിലാണ്. കടന്നതിന് ശേഷം ഞാൻ ഒരു ബ്ലോക്ക്, അതായത് റോഡ് ക്രോസ് ചെയ്ത് 1 World Trade Centerന്റെ കത്തണത് കാണാൻ വേണ്ടി ഞാനത് നോക്കി എന്താ സംഭവിക്കണമെന്നറിയില്ല. അപ്പോ ഞാൻ ആളുകളൊക്കെ ജനലിൽ കൂടെ എടുത്ത് ചാടണതാണ് കാണുന്നത്. അതായത് പുള്ളി ഭരിക്കണേലും നല്ല ചാടി ഭരിക്കാൻ ചിലർ വിചാരിച്ചപ്പോ എന്തോ അറിയില്ല അവരുടെ മാനസിക നില. അതൊക്കെ കണ്ടപ്പോ പേടിയായി. ഞങ്ങൾ ഉറക്കെ അയ്യോ എല്ലാവരും ഓൾ മൈ ഗോഡ് പറഞ്ഞ് ഇങ്ങനെ ഉറക്കെ ഓളിയിട്ട് ഇങ്ങനെ പറയാം. ഞാൻ നോക്കി ഒരു 2-3 മിനിറ്റേ ആയിട്ടുള്ളൂ. അതിന്റെ ഉള്ളില് 2 ബിൽഡിങ്ങും അടുത്തടുത്താണല്ലോ. എന്റെ ടവറിൽ വന്നിട്ട് പ്ലെയിൻ ഇടിക്കണതാണ് ഞാൻ കണ്ടത്. ആ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ശബ്ദം, ഒരു ബോംബ് വീണയിൽ പൊട്ടിയെങ്കിൽ അങ്ങനത്തെ ഒരു ശബ്ദവും ആകാശം പൊട്ടി തീയും. അത് കണ്ടോടുകൂടി ഞാൻ വളരെ അധികം എന്റെ ശരിക്കുള്ള നില എന്താ പറയേണ്ടത്, ആ മാനസിക നിലയ്ക്ക് പറയാൻ പറ്റില്ല. കരഞ്ഞോണ്ട് ഓടി, എല്ലാവരും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് അറിയില്ലല്ലോ. എന്തായാലും ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇത് അറിയുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്ന ഒരു ഭാഗ്യമുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക്, അമേരിക്കൻ ഡയലോഗിന്റെ പ്രേക്ഷകർക്കും. ഇനി ശ്രീ ജോർജ് ജോസഫിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ഏറ്റവും അധികം റിപ്പോർട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അങ്ങയുടെ ഒരു ഓർമ്മയിൽ എന്തായിരുന്നു 2001 സെപ്റ്റംബർ 11 8:46 സംഭവിച്ചത്? നമസ്കാരം. ഈ വത്സരാനായരെ പറ്റി അന്ന് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുകയുണ്ടായി. അവരെ രക്ഷപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഇപ്പോഴും ആരോഗ്യവതിയായിരിക്കുന്നു. ഈ 9/11 പറ്റി പറയുമ്പോൾ അന്ന് എന്റെ ഓഫീസ് മിഡ് ടൗണിലായിരുന്നു, കുറച്ച് ദൂരെയായിരുന്നു. പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുന്നിലേക്ക് മാറിപ്പോയി. അപ്പോൾ നമ്മള് പിന്നെ നടന്നു പോകുമ്പോഴൊക്കെ ഈ ടവർ വീണ് കിടക്കുന്നതും അതുപോലെ തന്നെ പുതിയ ടവർ പണിയുന്നതും എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്നത് ലോകത്തിൽ അതുപോലെ വേറൊരു സ്ഥലമില്ല. അത് വേൾഡ് ട്രേഡ് സെന്റർ വീണതുകൊണ്ട് മാത്രമല്ല, അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏതാണ്ട് 150 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ മരിച്ചു വീണു. അതുപോലൊരു സ്ഥലം, ഒരു 150 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മരിച്ച ഒരു സ്ഥലം ലോകത്ത് വേറൊരിടത്തുമില്ല. ആ ഒരു 2 ഏക്കർ ഭൂമി, അതുപോലെ മറ്റൊരു പവിത്രമായ ഒരു സ്ഥലമില്ല എന്ന് തന്നെ പറയാം. പിന്നെ ശ്രദ്ധേയമായൊരു കാര്യം, ഇന്ന് 20 വർഷം തികയുകയാണ്. അപ്പൊ ഈ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചോളം ഇതുവരെ 9/11 ഒരു ലൈവ് ന്യൂസ് ആയിരുന്നു. ഇന്ന് മുതൽ നമ്മളത് ഹിസ്റ്റോറിയൻസിന് വഴിമാറിക്കൊടുക്കുകയാണ്. ഈ ചരിത്രകാരന്മാർ എഴുതിക്കോട്ടെ, ബാക്കി നമ്മുടെയൊക്കെ ആ ലൈവ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു കാലം കഴിഞ്ഞു. പിന്നെ ഇതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ റിപ്പോർട്ട് ചെയ്തെടുത്തോളം ഇങ്ങനെ കാര്യങ്ങളിൽ ഒരു 4 മലയാളികളാണ് മരിച്ചത്. പിന്നെ വത്സ രാജു, ഈ ഇടയ്ക്ക് അവരുടെ സഹോദരൻ മരിച്ചു. അദ്ദേഹം നേരത്തെ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. പിന്നെ ജോസഫ് മത്തായി ബോസ്റ്റണിൽ നിന്ന് വന്നതാണ്. ഡോക്ടർ സ്നേഹ ആൻ ഫിലിപ്പ്, പിന്നെ വിനോദ് പാറക്കാട്ടിൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ വിനോദ് പാറക്കാട്ടിന്റെ ഭാര്യ അന്ന് 2 മാസം ഗർഭിണിയായിരുന്നു. വൈകിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകാമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. അതിനുശേഷം ആ കുട്ടി ഉണ്ടായി, കൃപ എന്നാണ് പേര്. ആ കുട്ടിയുടെ ഫോട്ടോ പലവട്ടം ഞാൻ ചോദിച്ചെങ്കിലും അവർ തരികയുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി പറയുമ്പോൾ മനസ്സിൽ വരുന്നുണ്ട്. ഈ വിവാഹം കഴിച്ചിട്ട് ഈ പിന്നെ വേറൊരു സംഭവത്തില് പിന്നെ അവര് വിവാഹം കഴിഞ്ഞിട്ട് ബ്രിട്ടനിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചയായുള്ളൂ. അപ്പൊ ഭർത്താവ് വന്ന് ഇവിടെ ജോലിക്ക് ചേർന്ന്, ഇന്ത്യക്കാരനാണ്. ജോലിക്ക് ചേർന്ന് പിറ്റേന്ന് ഈ സംഭവം ഉണ്ടായി. അവർ മരിച്ചു, ആ ഭർത്താവ് മരിച്ചു. അതിനുശേഷം ഈ കോമ്പൻസേഷനൊക്കെ കിട്ടി. ആ കോമ്പൻസേഷൻ മുഴുവൻ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു 10 പൈസ പോലും അമ്മയ്ക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അമ്മ ഖേദപൂർവ്വം പറഞ്ഞത് അതും ഇപ്പോൾ ഓർക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതേപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. ഏകദേശം 55 ഇന്ത്യക്കാര്, അതുപോലെ തന്നെ
ഈ നമ്മളിവിടെ ഇന്ത്യക്കാരെ മാത്രമല്ല കണക്ക് കൂട്ടുന്നത്, ദക്ഷിണേഷ്യ, സൗത്ത് ഏഷ്യൻസ് എന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഏകദേശം ഒരു 117 സൗത്ത് ഏഷ്യൻസ് അവിടെ മരിക്കുകയുണ്ടായി. ഈ മൊത്തം ഏതാണ്ട് 2700 പേര് മരിച്ചതിൽ ഇത്രയും പേര് ഈ നമ്മുടെ സൗത്ത് ഏഷ്യൻസ് ആണ്. നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഏതാണ്ട് 1700 പേരുടെ പിന്നെ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് ഇത്രയും 20 വർഷമായിട്ടും അത് പിന്നെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഈ വേൾഡ് ട്രേഡ് സെന്റർ. അതെ, ഒരു മാധ്യമപ്രവർത്തകന്റെ ഓർമ്മയിൽ നിന്ന് ചീന്തിയെടുത്ത ആ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പുറം ലോകം അറിയാത്ത പല കാര്യങ്ങളുമാണ്. പല കുടുംബങ്ങളിലും ഉണ്ടായ ഇത്രയും വികാരപരമായ പല കാര്യങ്ങൾ ചിലപ്പോൾ ലോകം അത് അറിയുന്നുണ്ടാവില്ല. ശ്രീ ടൈറ്റസ് അലക്സാണ്ടർ, ഒരു പോലീസ് ഓഫീസറിന്റെ ആൽബം മറിച്ചു നോക്കിയാൽ അന്നത്തെ ദിവസം എന്തായിരുന്നു? Going back 20 years ago on 9/11, I had roughly about 4 years of service. And that day, I was with my daughter, who was 11 months old at the time. I was getting ready to feed her breakfast when I saw on the television that the airplanes had crashed into the buildings, the north and the south tower of the World Trade Center. So right then and there, I was notified to come into work. So I handed my daughter off to my mother-in-law and went into work. So once I got to work, I was joined by many other officers with the NYPD, the New York Police Department, and we chartered buses to go down to World Trade Center. Our main purpose there was to secure the area, from violators and outside people from coming in. So we didn't know what to expect. So we just dropped what we were doing and went into service. So to this day, it's a huge part in our lives when we, remember this date, because it makes us focus on important things in life, and simple things in life, and not to take things for granted. So that was the gist of my presence there at that time. Okay. വത്സല നായർ കേട്ടല്ലോ ആ പറഞ്ഞ അവസാന സെന്റൻസ്. അപ്പോൾ ഈ ഒരു ആക്രമണം നേരിൽ അനുഭവിച്ച ഒരു വ്യക്തി അതിനുശേഷം ഇപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വല്ലാത്തൊരു എന്താ പറയുന്നത്, ഒരു ദൈവാനുഗ്രഹമേ പറയാവൂ. നമ്മൾ രക്ഷപ്പെട്ട് 20 കൊല്ലങ്ങൾ കഴിയുമ്പോഴും പക്ഷെ അതിന്റെ ആ ഓർമ്മകളെ ഇടയ്ക്ക് ഈ 9/11 വരുമ്പോ എപ്പോഴും അത് ഓർക്കാറുണ്ട്. ആ ഒരു അനുഭവം പറഞ്ഞാൽ ആ ഒരു എന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. ഉറക്കം വരാത്ത രാത്രികള്, പേടിപ്പെടുത്തുന്നത്, ഒരാഴ്ചയോളം ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോ എത്രയോ പേര് മരിച്ചിരുന്നു, നമ്മളെ ദൈവം ഒന്നും പറ്റാതെ ഇങ്ങോട്ട് എത്തിച്ചില്ലേ എന്നുള്ളൊരു വലിയൊരു ആശ്വാസം, ദൈവാനുഗ്രഹം എന്ന് വിചാരിക്കുന്നു. അതെ, ഈ ശ്രീ ടൈറ്റസ് അലക്സാണ്ടറിനെ പോലെ നിരവധി പോലീസുകാർ, സുസജ്ജമായ ഒരു പോലീസ് സേന, ഒരു ദുരന്ത നിവാരണ സേനയൊക്കെ ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓടി ഇറങ്ങി വന്നു പറഞ്ഞു, ഞാൻ കരുതുന്നത് 17 മിനിറ്റിലാണ് താഴെ ഓടി ഇറങ്ങി വന്നതെന്ന് ഞാൻ അറിയുന്നത് ശരിയാണെങ്കിൽ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഓടി ഇറങ്ങി വരുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ സേനയോ പോലീസുകാരോ അവരുടെ നിർദ്ദേശങ്ങളോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ? അതെ, അതാണ് അത് ശരിയായി ഞാൻ പറയാൻ മറന്നുപോയി. അതായത് നമ്മള് ബിൽഡിംഗ് വിടണം എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ കിട്ടണം, എന്നാൽ മാത്രമേ ബിൽഡിങ്ങിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് ബിൽഡിംഗ് വിടാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് അറിയാം. പക്ഷെ അതുകൊണ്ട് മറ്റു ചിലരൊക്കെ പറയും, അയ്യോ നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല, വി ഡോണ്ട് ഹാവ് ടു ഗോ എനിവേർ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യണം എന്ന് പറയണു. പക്ഷെ വേറെ ചിലര് ഈ അഭിപ്രായത്തോട് യോജിച്ചില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ നടക്കണമെന്നുള്ളത് നമുക്കറിയില്ല. എനിവേ നമുക്ക് താഴെ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഓടി വന്നത്. കുറച്ച് പേര് ബാങ്കിൽ എല്ലാവരും ഒന്നും വന്നില്ല, എല്ലാവരും ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ശരിയാണ്, പോലീസുകാരുടെ അവരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻ കിട്ടണം, എന്നാൽ മാത്രമേ ബിൽഡിംഗ് വിടാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ താഴെ വന്ന് നോക്കിയപ്പോഴാണ്, ഇങ്ങനെ കണ്ടപ്പോഴാണ് പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇൻസ്ട്രക്ഷൻ തന്നില്ലെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ താഴെ എത്തിയല്ലോ, എത്തിയിട്ട് ഞങ്ങള് പോലീസുകാർ പറഞ്ഞ അതേ എക്സിറ്റ് കൂടെ ഒരൊറ്റ എക്സിറ്റ് തന്നുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകളാണ് പുറത്ത് കടന്നത്. കടന്നതിന് ശേഷം ഈ പറയും പോലെ ഞങ്ങള് അധിക സമയം എന്നറിയാലോ, ഇത് 8:46 മറ്റേ 9:03 അതിന്റെ ഉള്ളിൽ ഇറങ്ങി വന്ന് പ്ലാസയിൽ പോയി നോക്കി തിരിച്ചിറങ്ങി വന്ന് എക്സിറ്റ് കൂടെ പോലീസുകാർ പറഞ്ഞ അതേ എക്സിറ്റ് കൂടെ പുറത്ത് കിടന്ന് നോക്കിയോണ്ട് നിൽക്കുമ്പോ അത്ര ടൈം ഇല്ലല്ലോ അത് നോക്കാൻ. എന്നാലും ആ 1-2 മിനിറ്റില്
ഞാൻ കണ്ടത് ഇങ്ങനെ ഭീകരമായ കാഴ്ചകളാണ്. നിറയെ അതങ്ങോട്ട് കത്തി പടർന്ന് കണ്ട പേടിക്കും. ആ വേൾഡ് ട്രേഡ് സെന്റർ 1ാമത്തെ ടവർ കുറെ പേര് ചാടുന്ന കണ്ടു. ഞാൻ പറഞ്ഞില്ലേ എത്ര ആൾ, അതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടന്ന് പെടഞ്ഞത്. ഈശ്വര നമ്മളൊക്കെ ഗുരുവായൂർ നമ്മൾ വിളിച്ചു. പക്ഷേ അപ്പോഴേക്കും നമ്മളുടെ ടവർ ഇടിച്ചല്ലോ. പിന്നത്തെ കാര്യം പറയാനില്ലല്ലോ. അയ്യോ, അതൊരു എന്താ പറയേണ്ട ഒരു പേടി സ്വപ്നം, എന്താ പറയുക, ഭീകരമായ ഒരു നമ്മള് അത്രയ്ക്ക് അങ്ങോട്ട് വിചാരിച്ചില്ല. ഇത് അപ്പൊ കുറച്ച് ഡൗട്ട് തോന്നി, ഇത് സംതിങ് റോങ്, ഭീകരാക്രമണോ ടെററിസ്റ്റിന്റേതാണോന്ന് എനിക്ക് ഈ ഒരു ശ്രീ ടൈറ്റസ് അലക്സാണ്ടറിന്റെ എൻഡിൽ നിന്നുകൂടെ നമുക്കതൊന്ന് അറിയണമെന്നുണ്ട്. എനിക്കൊരു പുതിയ അറിവായിരുന്നു ഈ പോലീസുകാരുടെ ഒരു ഇൻസ്ട്രക്ഷൻ ലഭിക്കാതെ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ലാത്തത്. അപ്പൊ ശ്രീ ടൈറ്റസ് അലക്സാണ്ടർ, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അന്ന് അവിടെ നടത്തിയത്? എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഇത്രയും ആൾക്കാരെ പുറത്തെത്തിക്കുക, രക്ഷിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ ഇവരുടെ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഇവരെ കൃത്യമായി അറേഞ്ച് ചെയ്യുന്നു, പുറത്തെത്തിക്കുന്നു. ആ ഒരു നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? From the beginning, we were not used to something like this in this magnitude before. Before going back, we weren't used to foreign terrorism. That was nothing that was new to us. So the police department was used to like domestic terrorism. The last big terrorism attack that happened on U.S. soil was the Oklahoma City bombing of the federal building back in 1995, where homegrown terrorists killed 168 people. So we weren't used to like foreign adversaries attacking our country in the US. So when you talk about something like the World Trade Center, the amount of people that are there that given morning to go to work on a Tuesday morning, you're talking about almost close to 30,000 people. So for the police department and the proper authorities and the fire department to evacuate an area like that in a short notice is very difficult. So we did the best we could by evacuating the people that was there, that was able to get out. But it is a very tough challenge to take upon, especially with the magnitude of, and also be aware that we did not know what initially was happening, and not only that, it's very difficult for us to put everything together so quickly. It will take days, if not months, it took for us to come to a conclusion of what was really happening. So it is very difficult, and we did the best we could trying to instruct the people to follow the orders. Because what happens is when chaos it instills, what happens is people will take their own way of, deciding on which way to go. And that cannot work properly because there will be no direction. So that's why we were involved in, trying to save as many people as we can. ശ്രീ ജോർജ് ജോസഫ്, അങ്ങൊരു മാധ്യമപ്രവർത്തകനാണ്, കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ 9/11 മനോനില എന്ന് തന്നെ പേരിട്ട് വിളിച്ച ഒരു മനോനില അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ചില വിദഗ്ധരുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കുഞ്ഞുങ്ങളാണ് ഇപ്പോഴത്തെ അമേരിക്കൻ യുവത എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ലോക വീക്ഷണത്തെയൊക്കെ രൂപപ്പെടുത്തിയത് തന്നെ ഈ ഒരു ആക്രമണവും അതിൻ്റെ ഒരു പശ്ചാത്തലവുമാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ലോകത്തെ ചിലപ്പോൾ അല്ലെങ്കിൽ ലോക ചരിത്രത്തെ സെപ്റ്റംബർ 11, 2001 മുൻപും ശേഷവും എന്ന് പോലും അടയാളപ്പെടുത്താമെന്ന് തോന്നുന്നു. അങ്ങേക്ക് ഈ കാര്യങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത്? അത് വളരെ കറക്റ്റാണ്. 9/11 മുമ്പും 9/11 ശേഷവും എന്ന രീതിയിൽ ലോകം മാറിപ്പോയിട്ടുണ്ട്. കാരണം അതിനുശേഷം ഉള്ള ലോകം, അതിന്റെ ഒരു പ്രതിഫലനം ഇതുവരെ നമ്മൾ അതിന്റെ ഒരു പ്രതിധ്വനി ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളാണ് പിന്നെ അഫ്ഗാനിസ്ഥാൻ ആക്രമണം, ഇറാഖ് ആക്രമണം, പിന്നെ ആ മൊത്തത്തിൽ ലോകരംഗത്തെല്ലാം ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് ഇപ്പം അഫ്ഗാനിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി പഴയ താലിബാൻ തിരിച്ചു വന്നു. താലിബാന്റെ മറവിൽ തീർച്ചയായിട്ടും സമാന ചിന്താഗതികളും തീവ്ര ചിന്താഗതികളും ഉള്ളവരെ അവിടെ പിന്നെ വേരുറപ്പിക്കും. അവര് പല സ്ഥലങ്ങളിൽ നിന്നും സഹായം നേടും. വീണ്ടും പഴയ രീതിയിലേക്ക് ലോകം തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. അതിനുള്ള ഒരു സാധ്യതയാണ് പൊതുവിൽ ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടുത്തെ ജനത എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാര് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മറക്കുന്ന ഒരാളുകളാണ്. അങ്ങനെ ഒരുപാട് കാലമൊന്നും കാര്യങ്ങളൊന്നും ഓർമ്മിച്ചു വെക്കുന്നവരല്ല. അപ്പൊ ഈ 9/11 സംബന്ധിച്ച്
ഈ ഇന്നത്തെ ദിവസം കാര്യമായിട്ട് പ്രസംഗവും പ്രചാരണവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം മറന്നുപോകുന്ന ഒരു സമൂഹമാണ് പൊതുവിൽ അമേരിക്ക. അവരവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പിന്നെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരിതിനെപ്പറ്റി വേണ്ടത്ര അവബോധം അവർക്കുണ്ടോ എന്നുള്ളതിനെപ്പറ്റി സംശയമുണ്ട്. കാരണം ഇത് സ്കൂളുകളിലുമൊക്കെ കാര്യമായിട്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു പ്രചാരണമോ ഒന്നും മാധ്യമങ്ങളിലും അങ്ങനെയൊന്നും കാണാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ തലമുറ ഇതനുസരിച്ചാണ് അവരുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം തന്നെ പൊതുവിലൊരു ഇസ്ലാമോഫോബിയ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമായിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ശ്രീമതി വത്സല നായർ, അന്ന് അവിടെ ഉണ്ടായിരുന്ന പല വ്യക്തികൾ, ഞാൻ റോയിട്ടേഴ്സിന്റെ ഒരു റിപ്പോർട്ടിലാണ് വായിച്ചത്, പലർക്കും ഈ തൊണ്ടയിലും മൂക്കിലുമൊക്കെ അന്ന് പൊടി കുടുങ്ങി. ഈ പൊടി എന്ന് പറയുമ്പോൾ സാധാരണ പൊടിയല്ലല്ലോ, ഗ്ലാസും കോൺക്രീറ്റും ജിപ്സും ഒക്കെ അടങ്ങിയ പൊടിയാണ്. അപ്പൊ ഇത് പലവിധ രോഗങ്ങൾക്ക് കാരണമാകുന്ന എന്ത് തന്നെയായാലും അവിടെ അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത്തരത്തിൽ പൊടി ശ്വസിക്കുകയോ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഉണ്ടായില്ല. കാരണം ഞാൻ വേഗം തന്നെ രക്ഷപ്പെട്ടല്ലോ. ഇടിച്ച ഉടനെ ഞാൻ താഴെ ഇറങ്ങി, ഞാൻ ട്രെയിൻ കിട്ടി, പെട്ടെന്ന് ട്രെയിൻ കിട്ടി. അതുകൊണ്ട് എനിക്ക് ആ പൊടി പടലങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു, ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്റെ അവിടെ ജോലി ചെയ്യുന്ന വേറെ പലർക്കും അവരൊക്കെ ലാസ്റ്റ് മൊമെന്റിൽ ഇറങ്ങിയ കാരണം, ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടവറിൽ വന്ന് ഇടിച്ച കാരണം അവർക്കൊക്കെ ഭയങ്കരമായിട്ട് അപകടങ്ങൾ പറ്റി. ഷോൾഡർ ബോൺ ചിലവരുടെയൊക്കെ പൊട്ടി ബ്രോക്കായി. പിന്നെ നീക്ക് ഒരുപാട് പേർക്ക് ഇതായി. അതായത് ഈ കോൺക്രീറ്റ് ഇതുകളൊക്കെ ഇല്ലേ, അതൊക്കെ വന്ന് പഠിക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജും കമ്പ്യൂട്ടേഴ്സും ഇതൊക്കെ പൊട്ടിത്തെറിക്കില്ലേ. അപ്പൊ അതിന്റെ ആ ഡെബ്രി 4 പുറം ചിന്നി ചെയ്തിടുമ്പോ നമ്മൾ അതിലെ നടന്നു വരുമ്പോ, അല്ലെങ്കിൽ എങ്ങനെയായാലും റോഡ് ക്രോസ് ചെയ്താല് ട്രെയിനോ അല്ലെങ്കിൽ ബസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരുപാട് പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ അവിടെ കൊണ്ടുവരികയുണ്ടായി. ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ആയിട്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിലൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ചരിത്രത്തിലെ മറ്റൊരു കൗതുകമാണ്. അമേരിക്ക ഈ ആക്രമണത്തിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് അങ്ങ് കരുതുന്നു? പഠിച്ചിട്ടുണ്ടോ? അമേരിക്ക തീർച്ചയായിട്ടും അമേരിക്ക തന്നെ മാറിപ്പോയി. അമേരിക്കയിൽ ഇപ്പം ഈ 9/11 മുമ്പുള്ള അമേരിക്ക ഒരു നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ വന്ന കാലത്ത് അമേരിക്ക വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷേ 9/11 ശേഷം അന്നത്തെ കാര്യത്തെ പറ്റി ആളുകൾ പറയുന്നത്, നമ്മൾ വിമാനം കയറാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് കയറാൻ പോകുന്ന പോലെ അവിടെ ആ വിമാനത്തിന്റെ അവിടം വരെ ആളുകൾ വന്ന് നമ്മളെ യാത്ര അയക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലം. പക്ഷേ ഈ 9/11 ശേഷം എന്താണ്, എല്ലാ രംഗത്തും നിയന്ത്രണങ്ങൾ വന്നു. വിമാനത്തെ കയറുന്ന എത്രയോ കടമ്പകൾ കിടക്കണം, എത്രയോ ചെക്കിങ് കിടക്കണം. അതുപോലെ തന്നെ അത് ഏറ്റവും അധികം ബാധിച്ചത് ഈ നമ്മളെ പോലുള്ള ആളുകൾ, സൗത്ത് ഏഷ്യൻസ്, അറബ്സ്, പിന്നെ അങ്ങനെയുള്ള ആളുകൾ. ആ നിറം നമ്മുടെ നിറം കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പിന്നെ ഇവിടുത്തുകാരല്ല, അമേരിക്കക്കാര് വെളുത്തവരല്ല, കറുത്തവരുമല്ല, ബ്രൗൺ നിറമുള്ളവര്. അപ്പം പൊതുവില് ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. കാരണം ഈ ആക്രമണം നടത്തിയവരെല്ലാം അവിടുന്ന് വന്നവരാണ്, നമ്മളെ പോലുള്ള ആളുകളാണ്, ബിൻ ലാഡൻ മുതൽ അവിടെയുള്ളവരെല്ലാം. അപ്പൊ അത് ആ സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ ദോഷം ചെയ്തു. പ്രത്യേകിച്ച് സിഖ് സമുദായങ്ങൾക്ക്. പിന്നെ ഏതാനും സിഖുകാർ കൊല്ലപ്പെട്ടു. അവരുടെ താടിയും ഒക്കെ കാണുമ്പോഴത്തേക്ക് ബിൻ ലാഡന്റെ രൂപമാണ് ഇവിടെ അമേരിക്കക്കാർക്ക്. കാരണം അത്രയും വിവരമുള്ളതെന്ന് വെച്ചോളൂ, അവര് ബിൻ ലാഡന്റെ ആളുകളാണ് ഇവിടെയുള്ളതെന്നാണ് വിചാരിക്കുന്നത്. ആ രീതിയിലാണ് ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. അപ്പൊ പൊതുവിൽ പറഞ്ഞാല് അമേരിക്ക മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. അത് നമ്മളെ ദോഷകരമായി വളരെ ബാധിച്ചു. ശ്രീ ടൈറ്റസ് അലക്സാണ്ടർ, അങ്ങയോട് കൂടെ ചോദിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങ് മുമ്പ് പറഞ്ഞു ഇതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്നു അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ അമേരിക്ക ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടാവാം അതിനുശേഷം. ഈ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? Okay, so following 9/11, the federal government moved quickly to develop a security framework to protect the country from large-scale attacks directed from abroad, while enhancing federal, state, and local capabilities. To lessen the attacks from disasters at home. So the framework included the creation of the Department of Homeland Security, which was created in March of 2003. So bringing together 22 different agencies and offices into a single department. So by creating all this, they had a better feel to combat terrorism. And like I said earlier, it took a large scale attack for people to
really understand the magnitude of, what terrorism was about. Because like I said, they were used to domestic terrorism. We were used to domestic terrorism, but not terrorism from abroad. So part of the police department, what happened is the police department became more proactive. Years ago, police departments were considered as a reactive agency. Not always, but which means that they wait for something to happen, then react to that. So now, with being more proactive, they could combat these issues ahead of time. With all the intelligence that are out there and support from not only in the U.S. but also around the world. So basically, it's a broad networking capability now. So that's what one of the main things that came about from this tragedy. Excellent. From reactive police force to proactive police force. Yeah. It's an excellent idea. നമ്മുടെ പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളക്കാൻ ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അമേരിക്കയുടെ അടിത്തറ ഇളക്കാൻ ഇതിനായില്ല. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് പറഞ്ഞ വാക്കുകളാണിത്. അമേരിക്കയിലും ലോകത്തിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഇനിയും നീണ്ടു നിൽക്കുമെന്ന് പ്രവചിക്കുന്നു പല വിദഗ്ധരും. ദ ഇമ്പാക്ട് ഓഫ് 9/11 വരും വർഷങ്ങളിലും തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. അടുത്തയാഴ്ച അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.